ഇതുണ്ടോ സിനബോൺ. ഇവിടുത്തെ കടൽ നല്ല അടിപൊളി സിനമൺ റോൾ കിട്ടും കേട്ടോ. അപ്പോൾ അത് മേടിച്ച് ട്രൈ ചെയ്യാലും. ഈ കടലോട്ട് കയറി വരുമ്പോഴത്തേനും നല്ല സിനമണിൻ്റെ നല്ല അടിപൊളി മണമാണ് കേട്ടോ. ഇത് കണ്ടോ, അവരത് സിനമൺ പൗഡറും ഷുഗറും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് എന്തോ ഉണ്ടാക്കും അവർ. ഈ ഇരിക്കുന്നതാണ് സാധനങ്ങൾ. എടുക്കടാ എടുക്ക. അടിപൊളി സിനമണും ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും അത് നല്ല അടിപൊളി ഫ്ലേവർ ഉണ്ട് കേട്ടോ. ഞാനുണ്ട് അവൻ അതുമായിട്ടുള്ളൊരു മൽപ്പിടുത്തം തന്നെ നടത്തിക്കൊണ്ടിരിക്കുക ഇവിടെ. അടിപൊളിയാണോ? അടിപൊളി സാധനമാണ്. അങ്ങനെ വളരെ പെട്ടെന്നുള്ള മൽപ്പിടുത്തത്തിന് ശേഷം സാധനം കാലിയാപ്പി ലാസ്റ്റ് പീസ് അവൻ കഴിക്കുക. ഒരുത്തൻ്റെ അവസ്ഥ കണ്ടോ? അതിന് ഇഷ്ടപ്പെട്ടിട്ട് സഹിക്കാൻ വയ്യാതെ പുതിയ ഒരെണ്ണം മേടിച്ചിട്ട് വരിക. മറ്റൊന്നുമില്ല പിടിച്ചു നിൽക്കാൻ. അത് തന്നെ വേറെ സാധനം വൈറ്റ് ചോക്ലേറ്റ്. നല്ല ഫ്ലേവർ ആണല്ലോ. വൈറ്റ് ചോക്ലേറ്റ് നോക്കാം. എന്നെ കാണിക്കുന്നു. ആക്രമണം സഹിക്കാൻ വയ്യാതെ വർഗീസ് തല്ലി പൊട്ടിച്ചെടുത്തുണ്ടോ? വേണ്ടാ ട്രൈ കേട്ടോ. ലിവർപൂൾ ഉള്ളവരും ലിവർപൂളിന് വരാനുള്ളവരും ഈ കട സിന്നബൺ നമ്മുടെ സിറ്റി സെൻറ്ററിലെ KFCയുടെ നേരെ ഓപ്പോസിറ്റ്. KFC ഇതിലെ KFCയുടെ നേരെ ഓപ്പോസിറ്റ് അവിടെ ഒന്ന് ട്രൈ ചെയ്യണം. ഓക്കെ, എങ്ങനെയുണ്ട് കൂട്ടാ? ഏതാ ബെറ്റർ? ചോക്ലേറ്റാ. എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടപ്പെട്ടത്. ചോക്ലേറ്റിന്റെ ആളല്ല, അതുകൊണ്ട് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു ചോക്ലേറ്റിന്. അങ്ങനെ രണ്ടാമത്തെ സാധനവും തീർന്നു. ഒരു കുഞ്ഞു പീസ് ഉണ്ട്, അതിങ്ങെടുത്തല വിത്തിൻ സെക്കൻഡ്സ് തീർന്നു. അവസാനത്തെ കുഞ്ഞു പീസ് എനിക്ക്. കുഞ്ഞ പീസ് സൂപ്പർ സാധനം കഴിച്ചു. ഹായ് ഗൈസ്, നമ്മൾ ഇന്ന് ലിവർപൂളില് പാം റെസ്റ്റോറൻറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അവിടെ മന്തിയാണ് അവിടുത്തെ സ്പെഷ്യൽ ഹൈലൈറ്റ് ഐറ്റം. ലൈക്ക് കപ്സയൊക്കെ കിട്ടും, പക്ഷെ നമ്മൾ ഒബ്വിയസ്ലി മലയാളീസാണ്, നമുക്ക് മന്തിയോടാണ് കുറച്ച് താല്പര്യം. അതുകൊണ്ട് തന്നെ നമ്മൾ മന്തി കഴിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുക. ഇത് എവിടെയാണെന്ന് വെച്ചാൽ ലിവർപൂളിലെ സിറ്റി സെന്റർ മേ സ്ട്രീറ്റിലാണ്, സിറ്റി സെൻറ്ററിൻ്റെ അടുത്ത് ദ പാം റെസ്റ്റോറൻറ്റ്. അപ്പോൾ നമുക്ക് അകത്ത് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഓക്കെ, ഒരു സഹായ സജസ്റ്റ് മെനു നിങ്ങളൊന്ന് കാണിക്കാം. ഇതൊക്കെയാണ് ഇവിടുത്തെ മെനു വരുന്നത്. എന്താ പറയണേ, നമുക്കൊരു ചിക്കൻ മന്തി, ഒരു ചിക്കൻ മന്തി പറയാം. വൺ ചിക്കൻ മന്തി. അവിടുത്തെ നമുക്ക് സ്റ്റാർട്ടർ ആയിട്ട് എന്തൊക്കെയോ കൊണ്ടുതന്നിട്ടുണ്ട്. എന്തുള്ളത്? സൂപ്പ് ചിക്കൻ സൂപ്പാന്ന് പറയണേ. കഴിച്ചിട്ട് ഞാൻ പറയാം. ചിക്കനാണോ മട്ടനാണോ? സ്റ്റാർട്ടർ ചിക്കൻ സൂപ്പ് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ മന്തിയുടെ കഴിക്കാനുള്ള സൽസയും നമ്മുടെ യോഗട്ടും സാലഡും വന്നിട്ടുണ്ട്. ഈ അഡ്ജസ്റ്റ് ലീവ് ഉണ്ട്. ആൻഡ് എന്തോ ഒരു സ്പെഷ്യൽ സാധനം കൊണ്ട് തന്നിട്ടുണ്ട്. നമ്മുടെ സാമ്പാർ ഗുണമൊക്കെ ഉണ്ട്. എന്തൊക്കെയാണ് കിടപ്പുണ്ട് കേട്ടോ. നമുക്ക് എന്തെന്ന് കഴിച്ചോ വീട്ടിലും പറയാം. നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത് ഒരു ലാം ചോപ്സും ഒരു ചിക്കൻ മന്തിയുമാണ്. അപ്പൊ അത് വരാണ്ട് ഏകദേശം ഒരു 10-15 മിനിറ്റ് എന്തായാലും എടുക്കും. ഇവിടെ ഒരാളുണ്ട്, നമ്മുടെ മാഞ്ചസ്റ്റർ സിറ്റിയും മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായിട്ടുള്ള ഫുട്ബോൾ ലൈവ് കണ്ടോണ്ടിരിക്കുക. ഡെർബി മാച്ച് ഉണ്ട്. മാഞ്ചസ്റ്റർ സിറ്റി ഒരു ഗോൾ അടിച്ചു, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 0. നിങ്ങൾ തിരിച്ചടിക്കുന്ന പ്രതീക്ഷയില്ല, ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഞാൻ യുണൈറ്റഡ് ഫാനാണ്. നോക്കാം നമുക്ക്. നിങ്ങൾ കമന്റാണ് ഗൈസ്, നിങ്ങൾ ആരുടെ ഫാനാണ്? അതുപോലെ നമ്മളിപ്പോൾ താമസിക്കുന്നത് ലിവർപൂളിലാണ്. ലിവർപൂൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടോപ്പിൽ നിൽക്കുന്ന ടീം തന്നെയാണ്, നമ്പർ 1 പൊസിഷനിൽ. ലിവർപൂൾ ഫാനാണ് പറഞ്ഞായിരുന്നു. അല്ല, എന്നാലും നിനക്ക് ലിവർപൂൾ ഇഷ്ടമാണോ? ലിവർപൂൾ ടീം ബേസിക്കലി എനിക്ക് ഇഷ്ടമല്ല, കാരണം വെച്ചാൽ യുണൈറ്റഡ് ഫാനാണ്. ഞാൻ റെഡാണ്. എനിക്ക് അതുകൊണ്ട് ലിവർപൂൾ റെഡാണ്. അല്ല, ഞാൻ ബേസിക്കലി റെഡാണ്. രണ്ട് റെഡാ ഉള്ളത് പ്രീമിയർ ലീഗില്. മനസ്സിലായി? ഒന്ന് യുണൈറ്റഡും ഒന്ന് ലിവർപൂളും. ഒരിക്കലും ഫാൻസ് ഒരിക്കലും ലിവർപൂൾ ഫാൻസ് ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധമില്ല. എന്തായാലും ഗൈസ്, നമ്മൾ അടുത്ത ദിവസം ലിവർപൂളിലെ ഒരു സ്റ്റേഡിയം ടൂർ നടത്തുന്നതായിരിക്കും.
അതുപോലെ തന്നെ ഈ ലിവർപൂളും എവർട്ടൺ എന്ന് പറയുന്നതും ഈ മാഞ്ചസ്റ്റർ സിറ്റി യുണൈറ്റഡും പറഞ്ഞ പോലെ തന്നെ അയാളുടെ അടിയുള്ള ഒരു ടീമാണ്. ഗൈസ്, നമ്മുടെ ചിക്കൻ മന്തി വന്നിരിക്കുകയാണ്. ഇതൊരു ഹാഫ് ചിക്കൻ പോർഷൻ ആയിരുന്നു. അത്യാവശ്യം ക്വാളിറ്റി ഉള്ള റൈസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ചിക്കനൊക്കെ ഭയങ്കര സോഫ്റ്റ് ആട്ടോ. ഇട്ടുപോലെ ഓൾ ഓഫ് ദ ബോൺ എന്നൊക്കെ പറയുന്ന പോലെ ഇതുണ്ടോ, ചിക്കനൊക്കെ ഭയങ്കര സോഫ്റ്റ് ആണ്. ചിക്കൻ നല്ല ഫ്ലേവേർഡ് ആണ്. നമുക്കൊന്ന് റൈസ് ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അവള് എടുക്കും. റൈസ് നല്ല അത്യാവശ്യം നല്ല ഫ്ലേവേർഡ് ആണ്. നല്ലൊരു സ്റ്റാൻഡേർഡ് മന്തിയാണ് കേട്ടോ. മന്തിയൊക്കെ നല്ല സൂപ്പർ കേട്ടോ. നല്ല ചിക്കനൊക്കെ ആണെങ്കിൽ നല്ല എന്താ പറയാ, നല്ല വിട്ട് വരാൻ ചിക്കൻ കേട്ടോ. ഭയങ്കര സോഫ്റ്റ് ചിക്കൻ. എങ്ങനെ ഉണ്ടോ? എന്തേലും പറ. തൈരാ കേട്ടോ. ഇതൊരു യോഗട്ട് എന്താ പറയാ, തൈര്. നമ്മളെ നാട്ടിൽ നമ്മള് സാലഡൊക്കെ ഉണ്ടാക്കത്തില്ല, അപ്പൊ അതിന്റെ കൂടെ ഒരു തൈര് എന്നുള്ള സാധനം കേട്ടോ. ഇതൊന്നും കറക്റ്റ് അറിയത്തില്ല. എന്തായാലും നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും ഉള്ള സാധനം അത് കേട്ടോ. ഇത് നമ്മുടെ നാട്ടിലെ ചമ്മന്തി, മന്തിക്ക് കിട്ടുന്ന ചമ്മന്തി. മന്തിയോട് കൂടെ തന്ന വേറൊരു സാധനം കേട്ടോ. ഇത് നമ്മുടെ നാട്ടിലെ സൽസ കണക്കൊരു സംഭവമാണ്. അതും നിങ്ങളുടെ നമുക്ക് നോക്കാം. പിന്നെ തക്കാളിയുടെ ഒക്കെ പ്യൂരി ഒക്കെ ഇട്ടിട്ടുണ്ടാവും. മല്ലിയുടെ നല്ല ഫ്ലേവർ നിൽപ്പുണ്ട്. എന്നാലും കൊള്ളാം, കുഴപ്പമില്ല. ഇത് നമുക്ക് കൊണ്ടുവരുമോ? കുറച്ചിനിവിടെ നമ്മുടെ മാനസരത്തിന്റെ കളികളായാണ് മുട്ടി നിൽക്കുക. അപ്പൊ നമ്മുടെ മന്തി ഏകദേശം തീരാറായിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ലാം ചോപ്സ് ആണ്. അതിപ്പോ വരും. അങ്ങനെ നമ്മുടെ സെക്കൻഡ് ഐറ്റം ലാം ചോപ്സ് വിത്ത് റൈസ് വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഇതാണ് നമ്മുടെ ലാം ചോപ്സ്. ഇത് നമുക്ക് സ്പൂൺ കഴിക്കാൻ പറ്റും, കൈ കൊണ്ടൊന്നും കഴിക്കും. ഇങ്ങനെയാണ് നമ്മുടെ ലാം ചോപ്സിന്റെ ഒരു പീസ് വരുന്നത്. അങ്ങോട്ട് കഴിച്ചു നോക്കട്ടെ. കൊള്ളാം guys. നമ്മുടെ നാട്ടിൽ നമ്മൾ ചിക്കൻ ഗ്രില്ലൊക്കെ കഴിക്കുന്ന ഒരു ഫീലുണ്ട്. ലാമ്പാണെങ്കിൽ ഏകദേശം ഒരു നമ്മുടെ ഗ്രിൽ ചിക്കൻ കഴിക്കുന്നില്ലേ, ലാമ്പിൻ്റെ ടേസ്റ്റിൽ ഒരു പ്രോഡ് വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ കഴിച്ചിട്ടുണ്ട് ചിക്കൻ്റെ ഫീലുണ്ട്. അതല്ലേ ചിക്കൻ ഗ്രില്ല് കഴിക്കുന്ന ഫീൽ. ഇത് കഴിക്കാൻ എനിക്ക് മസാലയൊക്കെ ആ ഒരു ഫ്ലേവറാണ്. നെയ്യുള്ള ലാമ്പാണ്. അടിപൊളി കൊള്ളാം, അടിപൊളിയാണ്. നമ്മൾ റൈസും കൂടി കഴിച്ചു നോക്കാം. നമ്മൾ നേരത്തെ കഴിച്ച സെയിം മന്തി റൈസ് തന്നെയാണ്. കൊള്ളാം, നല്ല അടിപൊളി ഫുഡാണ്. ഇനി അപ്പോൾ നമുക്ക് കഴിച്ചിട്ട് വേണം. ബൈ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നല്ല അടിപൊളി ഫുഡായിരുന്നു. എല്ലാം നമ്മൾ കാലാക്കി ദേവസ്ഥയുടെ ഇപ്പോഴും കളി വന്നുകൊണ്ടിരിക്കുക. മാനസിക രണ്ടരടിച്ച് സെറ്റ് ഒന്നടിച്ച് മാനസിക ലീഡ് ചെയ്യുകയാണ്. ബാക്കി ഇനി നമുക്ക് ഇറങ്ങിയിട്ട് കാണാം. സോ ഫാമിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിത് ഇറങ്ങി. ഞങ്ങൾ വീട്ടിലേക്ക് പോകാനാണ്. ഞങ്ങളിവിടെ ഗ്രാവിറ്റി മാക്സ് എന്ന് പറയുന്നത് പോകാൻ ആദ്യം ആലോചിച്ചു. പക്ഷെ ഇപ്പൊ ഇനി പോകാനുള്ള സമയമില്ല. നാളെ എനിക്ക് വർക്ക് ഉണ്ട്, ഇവന് ജോലിയില്ല. അതുകൊണ്ട് അവൻ ഓക്കെ ആണല്ലോ. അത് വൈഫ് ഒട്ടും റെഡിയല്ല. ഞങ്ങൾ വീട്ടിലോട്ട് പോകാനുള്ള പ്ലാനാ. ഫുഡൊക്കെ നല്ലായിരുന്നു, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു വെൽ സ്പെൻഡ് ആയിരുന്നു. ഹാപ്പി. താങ്ക് യു. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ഫോർ നൗ.
Bye.